നിറഞ്ഞൊരു കാലം, ജീവൻ വിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി, ചിരമിത്ര പരസ്പര ബന്ധിതമാണെല്ലാം. ഇതിൽ നാമിഴ ചേർന്നവർ താളതരംഗങ്ങൾ, അവിരാമഭംഗുരമീലയമൊഴുകുമ്പോ അതിലാരുമവശ്രുതി ചേർക്കരുതേ നാളെ. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. യഥാർത്ഥത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകളുടെ കരുത്തിനെക്കുറിച്ച് നമ്മൾ ഡിസ്കവർ ചെയ്യുകയാണ് ഇവിടെ. ആസൂത്രണം എപ്പോഴും കേന്ദ്രീകൃതമായിരുന്നാൽ മാത്രമേ ജനലക്ഷങ്ങൾക്കും ജനകോടികൾക്കും ഗുണം വരൂ എന്നുള്ള തെറ്റായ ധാരണ ഇവിടെ തിരുത്തി എഴുതപ്പെടുകയാണ്. ഗ്രാമതലത്തിൽ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ സാധാരണഗതിയിൽ ബഡ്ജറ്റിലും ആസൂത്രണത്തിലും വരാത്ത പ്രശ്നങ്ങൾ, അവയാണ് യഥാർത്ഥ നീറുന്ന പ്രശ്നങ്ങൾ. അവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ഇതുപോലൊരു സംവിധാനം ഇന്ത്യയിലെങ്ങുമില്ല എന്നുള്ള ഒരു സത്യമാണ് ഇതുമൂലം വെളിച്ചത്ത് വരുന്നത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, ഇതൊരു തുടക്കമാവുകയാണ്. ബാക്കി പല റിയാലിറ്റി ഷോകളും ആ ഷോ കഴിയുന്നതോടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു തുടക്കമായിട്ട് ശരിയായ ഷോ എന്ന് പറയുന്നതിൻ്റെ റിയാലിറ്റിയിലേക്ക്, അത് ഫീൽഡിലേക്ക് എത്തുന്നത് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളാണ് അത് തെളിയിക്കേണ്ടത്. ഇതിൻ്റെ ഈ തരത്തിൽ വളരെ നൂതനമായിട്ടുള്ള ആശയങ്ങളോടെ വളരെ ബുദ്ധിമുട്ടി ഇങ്ങനെ ഒരു സംരംഭം നടത്തിയതിന്, കാരണം ഓരോ സ്ഥലത്തും പോയിട്ട് ഇതിൻ്റെ ആളുകളെ കണ്ടെത്തുകയും അതിൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. അത് വലിയൊരു ടീം വർക്കാണ്. അത് ഏറ്റെടുത്ത് നടത്തിയ സീഡിറ്റ്, എനിക്ക് തോന്നുന്നത് സീഡിറ്റ് ഉണ്ടായ പിന്നെ നടത്തിയ ഏറ്റവും നല്ല പ്രവർത്തനം, ഒരുപക്ഷെ ഏറ്റവും മാനവികമായിട്ടുള്ള പ്രവർത്തനം, മനുഷ്യരാശിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനമായിട്ട് ഒരുപക്ഷെ ഇതിനെ കണക്കാക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനെ ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറായ ദൂരദർശൻ, അതിനുവേണ്ടി ഇവിടെ പണിയെടുക്കുന്ന എല്ലാവരും, അതിൽ ഓരോ ആളെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരെയും അഭിനന്ദിച്ചേ മതിയാകും. ആളു കേറുന്നരവൻ കേറുന്നൊരുങ്ങും നമ്മുടെ വയലിലെ ചെറുചുറ്റാരൻ ചെറുമലാരൻ അവരും നമ്മുടെ വയലിലെ മൂത്തവരും ചാഞ്ഞവരും ഒരു നിരവിനു നിരക്കട്ടെ, പിള്ളയുള്ള തള്ളമാരും ഒരു നിരവിനു നിരക്കട്ടെ. ഈ റിയാലിറ്റി ഷോ അവസാനിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു കാര്യം, സീഡിറ്റിൻ്റെ വിവിധ പ്രവർത്തകരുടെയും ദൂരദർശൻ്റെ ആത്മാർത്ഥമായ സഹകരണത്തിൻ്റെയും ശുചിത്വ മിഷനിലെ ഉദ്യോഗസ്ഥന്മാരുടെയും കിലയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ നിരവധി ഉദ്യോഗസ്ഥന്മാരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ പരിണത ഫലമാണ് ഈ റിയാലിറ്റി ഷോ എന്നുള്ളതാണ്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിരവധി ജൂറി, വിദഗ്ധരായിട്ടുള്ള നിരവധി ജൂറികൾ എപ്പോൾ വിളിച്ചാലും വന്ന് സഹകരിക്കുന്ന ഒരു രീതി ഉണ്ടായി. അവരുടെ സാങ്കേതികമായിട്ടുള്ള നിർദ്ദേശമുണ്ടായി. ഇതുമായിട്ട് സഹകരിച്ച പഞ്ചായത്ത് വകുപ്പ്, കുടുംബശ്രീ വകുപ്പ്, പിന്നെ നഗര വികസന വകുപ്പ് എന്നുവേണ്ട വളരെയധികം ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സഹായം ഈ ഒരു ഷോ രൂപപ്പെടുത്തുന്നുണ്ടായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ കേരളത്തിലെ വികേന്ദ്രീകൃത ആസൂത്രണവുമായും പ്രാദേശിക വികസനവുമായും ബന്ധപ്പെട്ട്
ഏതെങ്കിലും കാലഘട്ടത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തകരും ഇതിൻ്റെ ഭാഗമായി മാറി എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനായിട്ടുള്ള കാര്യം. അവരോടൊക്കെ തന്നെ അത്യധികം കടപ്പെട്ടിരിക്കുന്നു ഈ ഗ്രീൻ കേരള എക്സ്പ്രസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന സീഡിറ്റും ദൂരദർശനും അതുപോലെ തന്നെ ശുചിത്വ മിഷനും കിലയും തദ്ദേശ സ്വയംഭരണ വകുപ്പും. കേരളീയ ഗ്രാമങ്ങളിലൂടെ ചൂളം വിളിച്ച് പാഞ്ഞ ഈ തീവണ്ടി യാത്ര നാളെ സമാപിക്കുകയാണ്. അതെ, ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ സോഷ്യൽ റിയാലിറ്റി ഷോയായ ഗ്രീൻ കേരള എക്സ്പ്രസ് 2010 വർണ്ണാഭമായ സമാപന ചടങ്ങ് നാളെ തിരുവനന്തപുരത്ത് നടക്കും. മികച്ച പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിതരണം ചെയ്യും. ഗ്രീൻ കേരള എക്സ്പ്രസ് ഗ്രാൻഡ് ഫിനാലെയുടെ തത്സമയ സംപ്രേഷണം നാളെ വൈകിട്ട് 3:30 മുതൽ 5:30 വരെ ദൂരദർശനിൽ കാണാൻ മറക്കരുത്. ഇതു ഭൂമിയൊരേയൊരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തുതുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിതു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.